Anyway, that chapter is over. Now, let me tell my conclusions about this piece of evidence. ഇതൊരു നാച്ചുറൽ എവിഡൻസ് ആയി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. Why? It lacks transparency. ഇതിന് സുതാര്യതയില്ല. പിന്നെ ഈ തെളിവിനെ കുറിച്ച് ഭരതന്റെ അഭിപ്രായം എന്താണ്? ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ക്യാമറ യാദൃച്ഛികമായി നഷ്ടപ്പെട്ടതല്ല, ആരോ കരുതിക്കൂട്ടി ഉപേക്ഷിച്ചതാണ്. എന്തിന്? ഒന്നുകിൽ അന്വേഷകന്റെ അറ്റൻഷനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തിരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാര്യമായി എന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. തെറ്റിദ്ധരിപ്പിക്കാന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ ഇറ്റ്? യഥാർത്ഥ കൊലയാളി മറ്റൊരാളും ഈ സ്ത്രീ അയാളുടെ ഡെമ്മിയുമാണെങ്കിൽ നമ്മുടെ ധാരണ തെറ്റിദ്ധാരണയാവില്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയതിനു ശേഷം വ്യക്തമല്ലാത്ത പല സംശയങ്ങളും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ആധികാരികമായി പറയാനുള്ള തെളിവുകളൊന്നും എന്റെ പക്കലില്ല. ബട്ട് ഇഫ് മൈ തോട്ട് ലീഡ്സ് മീ റൈറ്റ്, യു കൻ എക്സ്പെക്ട് എ സർപ്രൈസ്. അതുവരെ നമുക്ക് ക്ഷമിക്കാം. Come on.